ഹലോ, എന്നേ ഒരടിപൊളി വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വർക്കൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ഏട്ടനോട് വർക്കൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് നേരെ മൊബൈൽ ഫോണും എടുത്ത് വന്നിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലേ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അക്കർലിക് ക്ലിയർ ഗ്ലാസ്സിലാണ് ഈ ഒരു ബോർഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ അക്കർലിക്ക് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമ്മൾ ഫൈബർ ഗ്ലാസ് എന്നും പറയും. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ നീളം വീതി എത്രയെന്ന് വെച്ചാൽ 12 ഇഞ്ച് നീളം 6 ഇഞ്ച് വീതിയൊക്കെയാണ് കേട്ടോ. പിന്നെ ചുരുങ്ങിയ റേറ്റേ ഉള്ളൂ. നല്ല അടിപൊളി നെയിം ബോർഡാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്കും അതേപോലെ അതിൽ ആ ഒരു ലെറ്ററും ആ ഒരു മയിൽപ്പീലിയും ആ ഓടക്കുഴലൊക്കെ കൊടുത്ത ഭാഗത്ത് ഒരു ഗോൾഡൻ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ആ ഈ ഒരു ബ്ലാക്കിൽ ഗോൾഡാണ് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കും കേട്ടോ. പിന്നെ ഈ ഒരു 2 സൈഡിലും നമ്മൾ നെയിം ബോർഡ് ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓട്ട തുളയ്ക്കും. അപ്പോൾ അതിൽ സ്ക്രൂ ഇട്ടിട്ട് മുറുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ അതാ ഈ ഒരു ഗോൾഡൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിക്കർ ഇതാ കമ്പ്യൂട്ടറിൽ നിന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മയിൽപ്പീലി അതേപോലെ ഓടക്കുഴലൊക്കെ കൊടുത്തത് ഓർഡർ തന്ന അവരുടെ ഒരു ഇഷ്ടപ്രകാരമാണ് കേട്ടോ. അപ്പം നമ്മൾ ഏത് മോഡലാണ് പറയുന്നത് വെച്ചെങ്കിൽ ആ ഒരു മോഡൽ കമ്പ്യൂട്ടറിൽ നിന്ന് കട്ട് ചെയ്ത് വന്നിട്ടാണ് വർക്ക് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. പിന്നെ ചുരുങ്ങിയ റേറ്റേ ഉള്ളൂ. ഏത് സൈസിൽ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ഒരു നെയിം ബോർഡിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഈ ഒരു ഗോൾഡൻ സ്റ്റിക്കർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലാച്ചാൽ ബബിൾസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ ബബിൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു കട്ടർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള നെയിം ബോർഡുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ വീടിൻ്റെ ആ ഒരു ചുമര് അതേപോലെ സിറ്റ് ഔട്ട് അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് കേട്ടോ അങ്ങനെയുള്ള നെയിം ബോർഡുകളൊക്കെ വെക്കാൻ പറ്റുള്ളൂ. കാരണം മഴയും വെയിലൊന്നും കൊള്ളാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സ്റ്റിക്കറൊക്കെ അല്ലേ. അപ്പോൾ മഴ പെയ്താൽ അതൊരു പ്രശ്നമാണ്. അതേപോലെ വെയിൽ കൊണ്ടാൽ കളർ മങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ ഗ്രാനൈറ്റിൽ എഴുതിയ ആ ഒരു ബോർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രാനൈറ്റ് പൊട്ടുമില്ല. അതേപോലെ മഴയും വെയിൽ കൊണ്ടാലൊന്നും പ്രശ്നമില്ല. അതേപോലെ അതിൽ നല്ല അടിപൊളി ക്വാളിറ്റി കൂടിയ പെയിൻ്റാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അത് മങ്ങാണ്ട് ഒരുപാട് കാലം നിൽക്കും കേട്ടോ. അങ്ങനെ എന്താ ഒരു സ്റ്റിക്കറെല്ലാം ഒട്ടിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ 4 ഭാഗത്തും അധികം വരുന്ന ആ ഒരു ഗോൾഡൻ സ്റ്റിക്കർ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബബിൾസൊക്കെ വന്ന ആ ഒരു ഭാഗത്ത് ചെറുതായിട്ട് അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫൈനലി ആ ഒരു നെയിം ബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫ്രണ്ടിൽ ഒട്ടിച്ച ആ ഒരു പേപ്പറും കൂടി റിമൂവ് ചെയ്യാനുണ്ട്. എന്നാലാണ് നമ്മുടെ നെയിം ബോർഡിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ഒരു വർക്കിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു പേപ്പർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു നെയിം ബോർഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു നെയിം ബോർഡിൻ്റെ പേര് ദേവഭവനം എന്നാണ്. അങ്ങനെ ഈ ഒരു നെയിം ബോർഡ് ഓർഡർ തന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവരാജേട്ടനും തുഷാര ചേച്ചിയാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് 23-ാം തീയതി. അങ്ങനെ ആ ഒരു ബോർഡിൽ ഇനി 2 ഭാഗത്തും ഹോൾ ഇടാനുണ്ട്. അങ്ങനെ ഹോളൊക്കെ ഇടൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചുമരിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണണത്. അതേപോലെ തന്നെ ആ ഒരു ദേവഭവനം ആ ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കാണണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.